എത്രയായി? മീറ്റർ ചാർജും അതിന്റെ 2 ഇരട്ടി. എന്താ നിന്റെ വണ്ടിക്ക് 3 മീറ്റർ ഉണ്ടാ? കളിക്കാതെ കാശ് എന്നിട്ട് പോണേ. 50 മീറ്ററിൽ 150 രൂപ വേണം. ഉത്സവപ്പറമ്പിൽ ഈശ്വരമംഗലം എന്ന് പറഞ്ഞപ്പോ നല്ലൊരു ഓട്ടം കിട്ടിയെന്ന് വിചാരിച്ചതാ. ഈ ആനയുടെ കൂടെ ഇങ്ങനെ അരിച്ചരിച്ച് വരാനായിരുന്നെങ്കിൽ ഞാൻ ഏൽക്കില്ലായിരുന്നു. എങ്കിൽ പിന്നെ ആനക്ക് എഞ്ചിൻ വെക്കാടാ, 4 ടയറും. അപ്പൊ നല്ല സ്പീഡ് ഉണ്ടാവൂല. നടക്കാൻ അങ്ങോട്ട് നടക്കാന്. അമ്മോ, നടന്ന് നടന്ന് മനുഷ്യന്റെ ഊപ്പാട് ഇളകി. ഗോവിന്ദൻ ബാബൻ ഓട്ടോറിക്ഷ ഇറങ്ങുന്ന ഞാൻ കണ്ടല്ലോ. പിന്നെ ഈ പഠിക്കാൻ ഇങ്ങോട്ട് നടന്ന ക്ഷീണ. കറവക്കാരന്റെ പണിയെടുത്താ മതി. ആനയും പശുവും തമ്മില് വലിയ വ്യത്യാസം കേട്ടോ. ആനയും പശുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ കറവക്കാരനായ തൊഴിലാളിയും ആനക്കാരനായ തൊഴിലാളിയും തമ്മിൽ സോഷ്യലിസ്റ്റ് വീക്ഷണത്തിൽ ഒരു വ്യത്യാസമില്ലടോ. വർഗബോധമില്ലാത്ത മൂരാച്ചി. ഇക്കണക്കിന് പോയ ഇന്ത്യൻ വിപ്ലവം ഇനിയും താമസിക്കും. മിണ്ടാതിരുന്നോട്ടാ. ആനയെ കൊണ്ടൊക്കെ ചവിട്ടി വെച്ചാലേ നിന്റെ വിപ്ലവായിഷ്ടം അപ്പം പുറത്തു വരുമോ?